ചേച്ചി മറക്കരുത്. ചേച്ചി ചട്ടുകം ചിഹ്നം അല്ല പൈന്റ് പുറകെ വരുന്ന പറഞ്ഞേക്ക്. സന്തോഷമായല്ലോ. വിശ്വ നമ്മുടെ സെറ്റ് മുണ്ട് വിതരണം ചെയ്തിട്ട് പെണ്ണുങ്ങളുടെ പ്രതികരണം എന്താ? പ്രതികരണം അറിയണമെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി ചുറ്റിക്കറങ്ങി ഒന്ന് നോക്ക്. റേഷൻ കടയിലൊക്കെ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്ന പോലെ സെറ്റ് മുണ്ട് എടുത്തിട്ടാ. അപ്പൊ റേഷൻ കാർഡ് 1 4 വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന എംപോക്കിയാളെ എന്റെ പണം മുടക്കി ഞാൻ സെറ്റപ്പ് ആക്കിയ സാമഗ്രികളൊക്കെ അടിച്ചു മാറ്റി ഈ പരീക്ഷകൾക്ക് വിതരണം ചെയ്ത് വോട്ട് പിടിക്കാമെന്ന് കരുതിയോടാ നീ? ഇല്ലാത്തതാണോ ഉള്ളതാണോ ഞാൻ തെളിയിക്കാവടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ നിറകെട്ടവനെ ഇറങ്ങി പറയടാ. ഞാൻ സെറ്റപ്പ് ആക്കിയ പെയിന്റുകളും സെറ്റ് മുണ്ടുകളും ഒക്കെ എങ്ങനെയാണ് ഇവരുടെ വന്ന്? അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല മുതലാളി. നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്നെ കൊണ്ട് അവനൊന്നും അറിഞ്ഞോളൂ. പിന്നെന്തിനാ തല്ലുന്നത്? വരത്തനായ നീ വന്ന് കയറിയ ശേഷമാണ് ഈ കുഴപ്പങ്ങളൊക്കെ. നടന്നിട്ട് എന്നെ ശപ്പനാക്കാമെന്ന് കരുതിയോടാ നീ? നടന്നതെന്താണെന്ന് നിന്നെ കൊണ്ട് ഇനി ഞാൻ പറയിപ്പിക്കും. ഞാനിന്ന് എന്താടാ തുറച്ചു നോക്കുന്നത്? സെറ്റ് മുണ്ട് വാങ്ങാൻ പോയപ്പോ എന്ത് സംഭവിച്ചു? പറയാമടാ പുല്ലേ. എന്താടാ വിളിച്ചേ? എടാ കള്ളത്തമ്പി, എടാ നാറിത്തമ്പി, എടാ കൂതറത്തമ്പി, എലനക്കി പട്ടിയുടെ ചിറുനക്കി തമ്പി. എടാ സെറ്റ് മുണ്ട് പൈന്റിങ് കൊടുത്താല് തന്റെ മോക്ക് വോട്ട് കിട്ടില്ലടോ. അതിനിവിടെ കാര്യശേഷിയുള്ള ഉച്ചക്ക് മച്ചിക്കാൻ വേണം നായപ്പോലെ മോങ്ങാടാ കഴുത. എന്റെ ചോറ് നിന്ന് എനിക്ക് പുറകെ വാലാട്ടിയാടുന്ന നീ കവലയിൽ എനിക്ക് നേരെ കുറച്ചാടിയില്ലേ? നീ എന്താണ് എന്നെ വിളിച്ചേ? കൂതറ തമ്പിന്നോ? അയ്യോ ഞാനോ കൂതറയെന്നോ? മുതലാളിയെ കൂതറയല്ലാത്ത അങ്ങൊന്നിനെ കൂതറയെന്ന് വിളിക്കാൻ മാത്രം കൂതറയാണോ മുതലാളി? ഞാൻ വിളിച്ചിട്ടില്ല മുതലാളിയാണ് സത്യം വിളിച്ചിട്ടില്ല. വിളിച്ചു, പബ്ലിക്കായിട്ട് വിളിച്ചു. പിന്നെന്താ വിളിച്ചത്? എല്ലാം പട്ടിയുടെ ചിറുതാക്കി തമ്പിന്ന്. അയ്യോ മുതലാളി ഇലനക്കിയെന്നോ? മുതലാളി ചിറുനക്കിയെന്നോ? ഞാൻ വിളിച്ചിട്ടില്ല മുതലാളിയാണ് സത്യം. ഞാൻ വിളിച്ചിട്ടില്ല. നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഗൗരവമുള്ള വിഷയം കെടുക്കുമ്പോ രണ്ടും കൂടി. എനിക്ക് ഗൗരവമുള്ള വിഷയം തന്നെയത്. പറക്കോട്ട് ഫൽഗുരൻ തമ്പി ഇവന്റെ ഭള്ളു കാരണം അള്ളു കയറിയ വീല് പോലെ നാട്ടുകാരുടെ മുമ്പിൽ പഞ്ചറായത് താൻ കണ്ടില്ല. ഇപ്പൊ പഞ്ചറായതല്ലേ ഉള്ളൂ. ഇനി തന്നെ വെടിതീരാൻ പോവാ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്റെ മോള് കൊടുത്തൊരു വാക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അവന്റെ കെട്ടിയോളായി കൂടെ പോയി പൊറത്തോളാമെന്ന്. അത് തോറ്റാലല്ലേ? അങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടായികയില്ല. ഭൂരിഭാഗം വോട്ടർമാരും അവന്റെ കൂടെയാണെന്നാ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ തോറ്റാൽ എന്റെ മോള് ഭാമ അവന്റെ കെട്ടിയോളാവണം. എന്റെ ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ വന്ന മുതലാളി പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ആകാതിരിക്കാനാ അസംബ്ലി സെഷൻ പോലും പേടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത്. ഈ ഓടുന്ന നായ്ക്ക് എന്തിനാ ഒരു മുഴം മുമ്പേ എറിയണമെന്നല്ലേ വെപ്പ്? അതാണ് ഇവിടെ പ്രയോഗിക്കണം. എന്ത് പ്രയോഗം? തോറ്റാൽ കെട്ടിയോളായിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്ത് ഭാമയല്ലേ? ആ വാക്കിന് വിലയില്ലാതാകണമെങ്കിൽ അവൾക്കൊരു കെട്ടിയോൻ വേണം. അതിന് അവള് കെട്ടിയിട്ടില്ലല്ലോ. കെട്ടിക്കണം. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കെട്ടിക്കണം. അതെങ്ങനെ? അതിനൊരു ചെക്കൻ വേണം. ആ ചെക്കൻ തറവാട്ടി പറഞ്ഞവനാവണം. അവനെ നമുക്ക് ബോധ്യപ്പെടണം. ഇതെന്താ പാർട്ടി ലയനം പോലാണോ? എടിപിടിന്ന് വെച്ചാ അങ്ങനെ ചെക്കനുണ്ട്. എന്താ മുതലാളി? ഇതാണോ ചെക്കൻ? അതെ. നിനക്ക് വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? മുതലാളിക്കോ? ഇത് ഫൽഗുനൻ തമ്പി, പെണ്ണിന്റെ ഫാദറാണ്. ഹായ്, ഐ ആം വീരഭദ്രൻ. അകത്തേക്ക് ഇരിക്കാൻ. നൈസ് ഹൗസ്. എനിക്കിഷ്ടമായി. വൗ. ഇപ്പൊ വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? മുതലാളിക്കോ? എന്താ ഈ ചെക്കനത് ഇങ്ങനെ എങ്ങനെ? ഒരുമാതിരി ആണും പെണ്ണും കെട്ട. അതൊക്കെ നോക്കാനുണ്ടോ? ഇപ്പോഴത്തെ ഫാഷനല്ലേ? ഭാമയ്ക്ക് ഇഷ്ടപ്പെടണം, അതല്ലേ പ്രധാനം. അവക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുത്തണം. അവിടെയാ തന്റെ മിടുക്ക്. അവൾ ഒരു കഴിഞ്ഞ് വിളിക്ക്. എങ്ങനെയുണ്ട് ചെക്കൻ? നീ കണക്ക് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. 8 1 എത്രയാ? 9. അത് തന്നെ. അയ്യേ, ഈ അയ്യേ ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. ഇപ്പൊ നീയും പറഞ്ഞു. ഇനി അവൾ എന്ത് പറയോ ആവോ.
ഇവിടെ വന്നപ്പോഴേ എനിക്കെല്ലാം ഇഷ്ടമായി. ഇപ്പൊ കുട്ടിയെ കൂടി കണ്ടപ്പോ യു ആർ സോ നൈസ്. പഹലി നസർ മേ തൂ മുझे പസന്ത് ആ ഗയി. നാണമാണല്ലേ? നാണിക്കണ്ട, ഓപ്പണായിട്ട് സംസാരിച്ചോളൂ. ഞാനും ഓപ്പണാ. ഭാമ, ഫാന്റാസ്റ്റിക് നെയിം, വീരഭദ്രൻ, അതാണ് എന്റെ പേര്. എന്തെങ്കിലും ഒന്ന് മിണ്ടൂന്നേ. എന്ത് മിണ്ടാൻ? കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാ തന്നെ. പറയടോ, നാണിക്കണ്ട, പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള ഒരാളല്ല എന്റെ മനസ്സിൽ. അശ്ശോ, എന്തൊക്കെയാ പറയണേ? പിന്നെ എങ്ങനെയുള്ള ആളാ? പറഞ്ഞോളൂ. മേക്ക് ഇറ്റ് ഫ്രാങ്ക്. ഓപ്പൺ ആയിട്ടാ ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. അതെന്താ? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനെ. मैं हारूंगा नहीं. मुझे हराने का मौका कभी नहीं दूंगा. തോൽക്കില്ലടാ ഞാൻ. തോറ്റ് പിന്മാറില്ല വീരഭദ്രൻ. ഒരു കല്യാണ ചക്കനായ തമ്പിയുടെ മുന്നിൽ എന്നെ അവതരിപ്പിക്കാൻ തന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് അയാളുടെ നക്കാപ്പിച്ച പൊന്നും പണവും പങ്കിട്ടെടുക്കാനല്ല. താൻ അറിയാത്തൊരു ലക്ഷ്യമുണ്ട് എനിക്ക്. അത് നിറവേറ്റിട്ട് വീരഭദ്രൻ മടങ്ങും. ഞാൻ അറിയാത്ത എന്ത് ലക്ഷ്യം? അത് താൻ അറിയാൻ സമയമായിട്ടില്ല. അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ തനിക്ക്? അവൾ കെട്ടാൻ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷനെയാണെന്ന്. അതിന്റെ അർത്ഥം ഞാനൊരു ആണും പെണ്ണും കെട്ടണമെന്നല്ലേ? ആണും പെണ്ണും ചേർന്നതിന് മറ്റൊരു പേരുണ്ട്, അർദ്ധനാരീശ്വരൻ. സർവസംഹാരത്തിന്റെ താണ്ഡവമാണാൻ പോകുന്ന ശിവാംശമുള്ള അർദ്ധനാരീശ്വരൻ. എന്റെ ആണത്തം അവൾക്ക് തെളിയിച്ചു കൊടുക്കാൻ ഞാൻ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി ഒരു പാർവതി പരിണയമല്ല വേണ്ടത്. അവഹേളനത്തിന് പകരം നൽകാൻ അവളുടെ മനസ്സിനെയല്ല, ശരീരത്തിനെയാണ് കീഴ്പ്പെടുത്തേണ്ടത്. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. കളിച്ച് കളിച്ച് കാര്യങ്ങളൊക്കെ വഷളാവുന്നൊരു തോന്നല്. ഭാമ പേടിക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ. പ്രചരണം തീരുന്ന സ്ഥിതിക്ക് നാളെ കുറച്ച് വീടുകളൊക്കെ ഒന്ന് കേറണം, അത്രയല്ലേ ഉള്ളൂ. എന്നെ ഇവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഭാമയ്യ. ഞാൻ ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അതുകൊണ്ട് ഇതേ കഷ്ടപ്പെട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മണപ്പള്ളി കാവിൽ ഉണ്ണിയപ്പം. ഭാമയുടെ പേരിൽ ഞാൻ പ്രത്യേകം കഴിപ്പിച്ച വഴിപാടാ. നക്ഷത്രം രേവതിയല്ലേ? എനിക്കറിയാം, MLA പറഞ്ഞിരുന്നു. നാണല്ലേ തനിക്ക്? താനൊരാണാണോ? കണ്ടോ, പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ചോദിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ വേദനിപ്പിക്കുന്നേ? വീരഭദ്രന്റെ ആണത്ത് നിനക്ക് കാണണോ? കണ്ണോ? കണ്ണോ? കാട്ടിത്തരടി. എന്താ എന്താടാ? ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇന്ന് അവസാനിക്കല്ലേ? ഓ, ആ തമ്പിയും കൂട്ടിൽ അവിടെ കലാശക്കൊട്ട് തുടങ്ങി. കലാശക്കൊട്ടോ? പിന്നല്ലാതെ. ഇവിടെ എത്ര പ്രചരണം നടത്തിയാലും അവസാനത്തെ ഓളത്തിനാ വോട്ടുകൾ മറിയുന്നത്. നീ ഇങ്ങനെ നനഞ്ഞു കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ഗോപി അടിച്ചത് തന്നെ. ചെല്ലടാ, അവിടെ എല്ലാ സെറ്റപ്പും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് ആ തമ്പിയുടെ പ്രകടനം പൊളിച്ചടുക്ക്. ഞാൻ പുറകെ വന്നേക്കാം. അല്ല, അത് എവിടെയാണ്? ആ പൊളിഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഫാക്ടറി ഇല്ലേ, അതിനടുത്താ. വേഗം ചെല്ല്. അല്ല, ഞാനെന്തിനാ അവിടെ? നീ വേഗം ചെല്ലടാ. സിംഹക്കുട്ടി പെട്ടുപോയ മുയൽ കുഞ്ഞിന്റെ കഥ അറിയോ ഭാമക്കുട്ടിക്ക്? ഇതുപോലെയാ. ആദ്യമൊന്നും കൊല്ലത്തില്ല, ഇതിങ്ങനെ കളിപ്പിച്ച് 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 കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കളിപ്പിച്ച് 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 ഒറ്റ പിടിയാ. എന്താ? ഹായ്, പാർത്ഥനല്ലേ? ഞാൻ വീരഭദ്രൻ. ഒന്ന് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കൂ പാർത്ഥ. ഞാൻ ഈ ഭാമക്കുട്ടിയെ കെട്ടാൻ വന്നതാ.
പക്ഷെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കുരങ്ങ് കളിപ്പിക്കുക. പെണ്ണുകാളിലൊക്കെ കഴിഞ്ഞതാ, എന്നിട്ടിപ്പോ കണ്ടോ? പാർത്ഥനൊന്ന് പറഞ്ഞാൽ ബാമക്കുട്ടി കേൾക്കും. ഒന്ന് പറ പാർത്ഥ, പറ പറ. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ചെല്ലടകത്തേക്ക് അവൾ അവിടെ കാത്തിരിക്കില്ല. അതല്ല മാധവ, ഏതല്ല? ഈ എടുക്കാൻ ചെല്ലുമ്പോ കടിക്കാൻ വരിക എന്നൊരു ചൊല്ലുണ്ട്. എനിക്കതാ പേടി. അവളാ ടൈപ്പാ. കടിക്കുമ്പോ തിരിച്ചു കടിച്ചാ മതി. അല്ല മാറി. അപ്പൊ പൂങ്കൊടി അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ എന്നുവെച്ചാ ഓ എന്ന് പറഞ്ഞാൽ ഒന്നിക്കുക, കെ എന്ന് പറഞ്ഞാൽ കഴിയുക. അവരൊന്നിച്ച് കഴിയട്ടെന്ന്. അല്ല മാധവേട്ടാ, ഈ കെട്ട് കഴിയുന്നതിന് മുമ്പ്. കെട്ട് നാളെ അല്ലേ? ഇന്ന് ഡേറ്റിംഗ്. ഡേറ്റിംഗോ? ആ, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് വിദേശത്തൊക്കെ. ആദ്യം ഡേറ്റിംഗ്, പിന്നെ വെഡിങ്. ഇത് കലികാലമല്ലേ സുലൈമാനെ? എല്ലാം തല തിരിച്ചു വേണം. ഇട നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന പ്രമാണം. ഇങ്ങനൊരു പേടിച്ചു തോറി. നീ എങ്ങോട്ടാ? ഒരു കമ്പനിക്ക്. ഇരിക്കേ. എന്നോടുള്ള പിണക്കൊക്കെ മാറിയില്ലല്ലേ? കുട്ടിക്കാലത്ത് തിരുനെല്ലിക്കാവിൽ ഉത്സവം കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് അമ്മാവനറിയാതെ നമ്മളെങ്ങോട്ടാ പോയതെന്ന് ഓർമ്മയുണ്ടോ? ഓ പൈങ്കിളി പൈങ്കിളി. ഇത് പൈങ്കിളിയായി. അയ്യോ, ഇതാ മാധവനാ. നമ്മൾ പറഞ്ഞത് മുഴുവൻ പുറത്തുനിന്ന് ഒളിഞ്ഞു കേട്ട് അവനെ ഇന്ന് ഞാൻ കണ്ടില്ലേ? ഇതാണ് അവന്റെ ഓരോ തമാശ. ആ പിന്നെയും ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരിക. മുത്തച്ഛന്റെ മൂക്കനട നീ എറിഞ്ഞു പൊട്ടിച്ചപ്പോ അമ്മാവൻ തല്ലാൻ വന്നപ്പോ തടയാൻ നിന്നത് ഞാനാ. എന്തായിരുന്നു ഒന്ന് കണ്ണീര്. ഓ കണ്ണീര് സീരിയല്, മെഗാ സീരിയല്. ഇടാ ഈ സീരിയലിന്റെ ഒക്കെ കാലം കഴിഞ്ഞടാ. ഇപ്പൊ റിയാലിറ്റി ഷോയുടെ സീസണാ. നേരം കളയാതെ അതിലേക്ക് വാ.
നിന്നെ ഇന്ന് ഞാൻ അല്ല നീ എങ്ങനെ ഇതിനകത്ത് കയറി പറ്റി? അല്ല നിനക്കെന്താ ഇവിടെ കാര്യമുണ്ട് മോനെ പാർത്ത കുട്ടാ, സംഗതി ഒന്നും ശരിയായില്ലല്ലോ. ഞാൻ കുറെ കൂടെ പെർഫോമൻസ് പ്രതീക്ഷിച്ചു. അവിടെ ഫ്ലാറ്റ് ആയി പോയി കേട്ടോ. പെർഫോമൻസ് ഇത്രയൊക്കെ കയ്യിലുള്ള അണ്ണാച്ചി. പോ ഇറങ്ങി പോ.